ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ അവർ, മറ്റ് പൂജനീയായ സ്വാമിജികൾ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭക്തജനങ്ങളെ, ശ്രീ സോമശേഖര ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ എന്നെ ഒരു അതിഥിയായി ക്ഷണിച്ചിരുന്ന ആദ്യം ക്ഷേത്ര ഭാരവാഹികളോടും ഉള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട പ്രസംഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇത് കേൾക്കുമ്പോഴൊക്കെ ഞാനെന്ന കലാകാരൻ ഒരു നെടുവീർപ്പിലൂടെയാണ് ഇത്തരം ആശയങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലവട്ടം ഗുരുദേവ കൃതികൾ വായിക്കുകയും അത് നൃത്താവിഷ്കാരം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുണ്ടായ പല പ്രശ്നങ്ങളുടെ സമയത്ത് ഗുരുദേവനോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തേ ഇങ്ങനെയൊക്കെ നമ്മുടെ ആളുകൾ. കാരണം എനിക്ക് നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ ഞാനിപ്പം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമായതുകൊണ്ട് ഏതെങ്കിലും പറഞ്ഞ വാക്കുകളെ എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അപജയം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും വേദിയിൽ പോയാൽ എന്തെങ്കിലും സംസാരിക്കാനും ഭയമാണ്. പിന്നെ സ്വന്തം ലേഖകന്മാർ അതിൻ്റെ താഴെ എഴുതി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് പിന്നെ ജീവിക്കാൻ തന്നെ വെറുപ്പാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ, ഈ പ്രസംഗം ഒരിക്കലും മാധ്യമങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ഗുരുദേവൻ എന്തൊക്കെയാണ്. ഗുരുദേവൻ മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള നവോത്ഥാന നായകന്മാർ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ നവീന കാലഘട്ടത്തെ, ആധുനിക കാലഘട്ടത്തെ